ഇപ്പൊ നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റില് ഓപ്പൺ സ്പേസിനെ കുറിച്ചിട്ട് പറയാം. അപ്പം സാർ ഇപ്പൊ പറഞ്ഞു വെച്ച പോയിന്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് കയറി വരുമ്പോഴേ ഒരു വൈഡ് ആയിട്ടൊരു ഏരിയ, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് എപ്പോഴും നമ്മുടെ പ്രൊജക്റ്റിൽ അത് കിട്ടുന്നുണ്ട്. അതിൽ സാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? അതായത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ 40% 50% ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിനോട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അത്തരം ഏരിയ ഉള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്പൺ സ്പേസ് കിട്ടില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ പ്രോജക്റ്റ് ആ ഏരിയയുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ ഒരു അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഞങ്ങൾ കണ്ടുവരുന്നത് അത്തരം ഉള്ള ഒരു 40% പ്രോജക്റ്റുകളിൽ കണ്ടുവരുന്നത് വെച്ചാൽ ഒരു ബയർ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരാൾ ജോലി കഴിഞ്ഞ് വന്നു, 4-5 മണിക്ക് വന്ന് നേരെ അപ്പാർട്ട്മെന്റിൽ കയറിപ്പോയി അവിടെ തന്നെ അതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യും. പിന്നെ പുറത്തേക്ക് വരുന്നത് പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് വരും. അവൻ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ പുറത്തു പോകാൻ വേണ്ടിയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ആ പ്രോജക്റ്റിനകത്ത് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഈ കേസ് ഈ അപ്പാർട്ട്മെന്റിലുള്ള വ്യത്യാസം അതാണ്. അതായത് പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കായാലും എല്ലാ സൗകര്യങ്ങളും പുറത്തൊരുക്കിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസ് നടക്കാനും അവർക്ക് ഇരിക്കാനും ജോഗിംഗ് ട്രാക്ക് ആയിട്ടും പിന്നെ അതുപോലെ ഓപ്പൺ ജിം ആയിട്ടും ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാനും എല്ലാ ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്കായാലും അത് പുറത്തിറങ്ങി കളിക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെതായ ചെറിയ പാർക്കുകളും ഗസീബോ സ്വിമ്മിംഗ് പൂളിനോട് ചെറിയ ചെറിയ ക്ലബ് ഹൗസ് ഇതെല്ലാം അവതരിക്കുന്ന അതെല്ലാം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യണ്ടല്ലോ, ഈ ഇതിന് ചുറ്റും നടക്കാം, ഡ്രൈവ് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റിലും ഒരു ബിൽഡിങ്ങിന് പൂർണ്ണമായിട്ടും ചുറ്റും ഡ്രൈവ് കിട്ടാറില്ല. ഈ പ്രോജക്റ്റിൽ ഇതിന് ബിൽഡിങ്ങിന് ചുറ്റും ഡ്രൈവ് ഉണ്ട്. സാധാരണ ഡ്രൈവ് എവിടെയും, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റും വണ്ടി ഓടിക്കാം, ഒരു വൺ വേ ട്രാഫിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ഒരു എൻട്രൻസിലൂടെ നമ്മുടെ മെയിൻ എൻട്രൻസിലൂടെ ഇതിന്റെ ഒരു മാത്രം പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത്. അതിനേക്കാൾ ഉപരി ഈ ഡ്രൈവ് വേ എന്ന് പറയുന്ന സാധാരണ ഒരു ഇന്റർലോക്കിംഗ് സിമെന്റ് ബ്രിക്കാണ് എല്ലാവരും ഉപയോഗിക്കാറ്. എനിക്ക് തോന്നുന്നു ഇവിടെ പൂർണ്ണമായും എല്ലാവരും സിമെന്റ് ബ്രിക്ക് ഇന്റർലോക്കിംഗ് ആണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ളി വിട്രിഫൈഡ് 15 mm തിക്കുള്ള വിട്രിഫൈഡ് ടൈലാണ് ഉപയോഗിക്കുന്നത്. 2x2 വിട്രിഫൈഡ്. അത് 40 ടൺ കപ്പാസിറ്റി ഉണ്ട്. അതിനു വേണ്ടി മാത്രം മാനുഫാക്ചറിംഗ് നടത്തി വരുന്ന ഒരു കമ്പനിയിലെ വിട്രിഫൈഡ് ടൈലാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഡ്രൈവ് വരുന്നത്. അപ്പൊ ഇന്റർലോക്കിന്റേതായിട്ടുള്ള യാതൊരു ഇളകലോ ഷേക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. തന്നെ അതിന്റെ ലേയിങ് രീതി തന്നെ മാറ്റരുത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈൽ ലേയിങ് ഇൻസൈഡിലായും ഔട്ട് സൈഡിലായും ഒരു പ്രത്യേകത. അതിനും ഞങ്ങളൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടാണ്. തന്നെയല്ല അത് സിമെന്റിൽ ചെയ്യാൻ പറ്റില്ല, അതിന് പേസ്റ്റിൽ ചെയ്യും. അതിന് അതിൻ്റെതായിട്ടുള്ള പേസ്റ്റ് വരുന്നുണ്ട്, ആ പേസ്റ്റിൽ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് വീണ്ടും പിന്നെ അത് സ്പേസർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ സ്പേസർ ഇട്ട് ചെയ്താൽ വീണ്ടും ചൂട് വരുമ്പോൾ അത് ചിലപ്പോൾ ആ ടൈലിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 250 രൂപ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് വരുന്നു. അത് ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90 രൂപീസോളം അതിന്റെ കോസ്റ്റ് വരുന്നു. ഏകദേശം 300 രൂപയോളം അല്ലെങ്കിൽ 275-300 രൂപയോളം സ്ക്വയർ ഫീറ്റ്. അതേസമയം നമ്മൾ ഇന്റർലോക്കിംഗ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 75-80 വരുന്നു. അപ്പൊ ആ കോസ്റ്റിനെല്ലാം അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ഉപയോഗത്തിൽ കാണുമ്പോൾ അതിന്റെ ആസ്തറ്റിക് വ്യൂ ഇതെല്ലാം പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ ആ ടൈൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അവിടെ എനിക്ക് തോന്നുന്നു പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വീണ്ടും കടന്നു. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ അത് എവിടെയായാലും ഞങ്ങൾക്ക് ആ പ്രൊപ്പോർഷൻ എന്നുള്ള വാക്ക്, ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഡിസൈൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ടൈലിന്റെ ലൈൻ, ആ ടൈലിന്റെ ലൈനിന് മുമ്പ് നമ്മൾ റൂമിന്റെ സൈസ് ഓരോ ടൈലിനും അതിന്റെ ലേ ചെയ്യുമ്പോൾ നമ്മൾ വരച്ചു നോക്കുമ്പോൾ ആ ലൈൻ എങ്ങോട്ട് പോകുന്നു, എവിടെ വരുന്നു, എവിടെ വന്ന് മുട്ടുന്നു, അത് കസ്റ്റമറിന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ലൈൻ നിൽക്കുന്നത്. അങ്ങനെ പല പല കാരണങ്ങളും ഈ കാര്യങ്ങളും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ടൈലിന്റെ ലേഔട്ട് വരയ്ക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഡിസൈൻ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റൂമിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ആ സൈസിനേക്കാൾ ഉപരി അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് പ്രധാനം. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു 3.5 മീറ്റർ ബൈ 4 മീറ്റർ ബൈ റൂമാണെങ്കിൽ ആ റൂമിൽ ഷെൽഫുകൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീണ്ടും അത് ഷെൽഫ് പണിത് ഇന്റീരിയർ വർക്ക് ചെയ്ത് പറയുമ്പോൾ ആ ഷെൽഫ് ഒരു 60 സെന്റിമീറ്റർ പ്രൊജക്ട് ചെയ്ത് റൂമിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ റൂമിന്റെ സൈസിൽ നമുക്ക് മാറ്റം വന്നു, അതിന്റെ കുറവ് ഏരിയ ഉപയോഗിക്കുന്നതിൽ നമുക്ക് മാറ്റം വന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷെൽഫുകളും പഞ്ചിങ് സിസ്റ്റം. ആ ഷെൽഫ് കൊടുക്കുന്നത് കൊണ്ട് ആ റൂമിന്റെ സൈസിന് കോട്ടം പറ്റുന്നില്ല, അത് നമുക്ക് ഉപയോഗിക്കുന്ന സ്പേസ് പോകുന്നില്ല. അപ്പൊ അങ്ങനെ അത് കൊടുത്തുകൊണ്ടുകൊണ്ട് ആ റൂമിൽ മാക്സിമം യൂട്ടിലിറ്റി എടുക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്, ഈ ഷെൽഫിന്റെ പൊസിഷനും പിന്നെ പഞ്ചിങ് രീതി. നമ്മുടെ സാമ്പിൾ ഫ്ലാറ്റ് ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഭിത്തിയോട് തന്നെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ബാത്റൂമിന്റെ ഡോസ് വരുന്നത്. അത് സാധാരണ കാണുന്ന ഒരു രീതിയല്ല ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്.